വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇറിഗേഷൻ എഞ്ചിനീയറിംഗിലെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇഫ് ദ ഡെപ്ത് ഓഫ് വാട്ടർ ഫോർ എ ക്രോപ്പ് ഈസ് 1.20 മീറ്റർ ഫോർ വിച്ച് ദ ബേസ് പീരീഡ് ഈസ് 120 ഡേയ്സ് ദ ഡ്യൂട്ടി ഓഫ് കനാൽ ഈസ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഡ്യൂട്ടി ഓഫ് കനാലാണ് കണ്ടുപിടിക്കേണ്ടത്. ഡെപ്ത് തന്നിട്ടുണ്ട്, ബേസ് പീരീഡ് തന്നിട്ടുണ്ട്. സോ ഓപ്ഷൻസ് നോക്കിക്കേ. 86.4 ഹെക്ടർ പെർ ക്യൂമാക്, 864 meter square per cumax, 864 hectare per cumax, 8.64 hectare per cumax. വായിക്കുമ്പോൾ ഏകദേശം ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഏകദേശം എല്ലാവർക്കും ഒന്നുപോലെയൊക്കെ തോന്നും, പക്ഷേ ഇല്ല, ഓരോന്ന് തന്നെയാണ്. അപ്പം നന്നായിട്ട് നോക്കി വേണം നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതായിട്ട്. സോ നമുക്ക് നോക്കാം. ആദ്യം തന്നിരിക്കുന്ന ഡേറ്റാസ് നമുക്കൊന്ന് എഴുതി നോക്കാം. ഡെപ്ത് ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്. സോ ഡെപ്ത് ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ ഡെൽറ്റയാണ്. എത്രയാണ്? 1.20. അതും യൂണിറ്റ് ശ്രദ്ധിക്കാം, മീറ്ററിലാണ് തന്നേക്കുന്നത്. ബേസ് പീരീഡ് എന്ന് പറഞ്ഞാൽ 120 ഡേയ്സ് എന്ന് തന്നിട്ടുണ്ട്. ബേസ് പീരീഡ് 120 ഡേയ്സ് എന്നാണ് തന്നേക്കുന്നത്. നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഡ്യൂട്ടിയാണ്. സോ ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യണം. നോർമലി നമുക്കറിയാലോ ഡ്യൂട്ടി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? ഡ്യൂട്ടി D is equal to 8.64 into B by delta. ഓക്കെ, ഡ്യൂട്ടി ആണെങ്കിൽ ബൈ ഡെൽറ്റ. തിരിച്ചാണ്, ഡെൽറ്റയാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ ഡി വരും. ഇനി ശ്രദ്ധിക്കേണ്ട മീറ്ററിലാണ്. ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന ഇക്വേഷനും എന്ത് തന്നെയാണ്? മീറ്ററിലാണ്. സോ 8.64 ഇൻറ്റു 120 ബൈ ഡെൽറ്റയുടെ വാല്യൂ എത്രയാണ് തന്നേക്കുന്നത്? 1.20. സോ നമുക്ക് സോൾവ് ചെയ്ത് വരുമ്പം കിട്ടുന്നത് 864 ഹെക്ടർ പെർ ക്യൂമാക്. യൂണിറ്റ് കൂടെ അറിയാമെങ്കിൽ ഈ ഒരു ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 864 ഹെക്ടർ പെർ ക്യൂമാക്. 864 ഹെക്ടർ പെർ ക്യൂമാക്. ഡ്യൂട്ടിയുടെ യൂണിറ്റ് ആണ് ഹെക്ടർ പെർ ക്യൂമാക്. ഇനി ഇത് സെൻറ്റിമീറ്ററിൽ വന്ന ഇക്വേഷനിലും വ്യത്യാസമുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The base period of a crop is 120 days. Then its duty is 5400 hectare per cumax in the field. Its delta is. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡെൽറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ക്രോപ്പിൻ്റെ പീരീഡ്, ബേസ് പീരീഡ് തന്നിട്ടുണ്ട്, 120 ഡേയ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഡ്യൂട്ടി തന്നിട്ടുണ്ട് 5400 ഹെക്ടർ പെർ ക്യൂമക് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെൽറ്റയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻസ് അതും ഹെക്ടർ പെർ ക്യൂമക് ബേസ് ചെയ്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇക്വേഷൻസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഓപ്ഷൻസിലെ യൂണിറ്റ് നോക്കുക. അതിനനുസരിച്ച് വേണം നിങ്ങൾ ചെയ്യേണ്ടത്. ഓപ്ഷനിലെ യൂണിറ്റ് കണ്ടോ? സെൻറ്റിമീറ്റർ ആണ്, മീറ്റർ അല്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ സെൻറ്റിമീറ്ററിലുള്ള ഇക്വേഷനാണ് കൊടുക്കുന്നത്. 864, ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. 864 ഇൻറ്റു B ബൈ ഡി. അപ്പോൾ 864 ഇൻറ്റു B എന്ന് പറയുന്ന 120 ബൈ ഡി എന്ന് പറയുന്ന 5400. സോ 19.2 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. 19.2 സെൻറ്റിമീറ്റർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തേക്ക് ഓവർസിയർ, തേർഡ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡിനൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. Third question, among the following which represent the irrigating capacity of a unit of water. ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇറിഗേറ്റിംഗ് കപ്പാസിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറിഗേറ്റിംഗ് കപ്പാസിറ്റി ഓഫ് എ യൂണിറ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ത് തന്നെയാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്, ഡ്യൂട്ടി. അതുപോലെ സെക്കൻഡിൻ്റെ ആൻസർ 19.2 ആണേ. തേർഡിൻ്റെത് ഡ്യൂട്ടി. Fourth question, the base period of a crop is 120 days. അപ്പോൾ ബേസ് പീരീഡ് തന്നിട്ടുണ്ട് 120 ഡേയ്സ് ആണ്. ഇറ്റ് റിക്വയർസ് 10 സെൻറ്റിമീറ്റർ ഡെപ്ത് ഓഫ് വാട്ടർ അറ്റ് എവറി 100 ഡേയ്സ്. ഓക്കെ, ദ ഡെൽറ്റ ഈസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അവർ ഡെൽറ്റയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. റെഗുലർ ഇൻ്റർവെൽസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് ആ റെഗുലർ ഇൻ്റർവെൽസ് എന്ന് പറയുന്നത്? ഇൻ്റർവെൽസ് പറഞ്ഞിട്ടുണ്ട്. റെഗുലർ ഇൻ്റർവെൽ എന്ന് പറയുന്നത് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ഡെപ്ത് ബേസ് ചെയ്ത് 100 ഡേയ്സ് ആണ്. 10 സെൻറ്റിമീറ്ററിൽ 100 ഡേയ്സിൻ്റെ ബേസിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതെന്ന് പറയുന്നത് ആവറേജ് ഇൻ്റർവെൽ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. 10 ഡേയ്സ് ആണ്, 100 ഡേയ്സ് അല്ല, 10 ഡേയ്സ്. കാരണം 120 ഡേയ്സ് അല്ലേ പറഞ്ഞേക്കുന്നത്. സോ അപ്പം 10 ഡേയ്സ് ഇൻ്റർവെല്ലാണ് പറഞ്ഞിരിക്കുന്നത്.
സോ 10 days ഇൻ്റർവെൽ. ഓക്കെ, അതിൽ എത്ര ഡെപ്ത് പറഞ്ഞിട്ടുണ്ട്? 10 സെൻറ്റിമീറ്റർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്പർ ഓഫ് വാട്ടറിങ് നമ്മൾ കണ്ടുപിടിക്കണം. അത് നേരത്തെ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. നമ്പർ ഓഫ് വാട്ടറിങ് ഈസ് ഈക്വൽ ടു ക്രോപ്പ് പീരീഡ് ബൈ വാട്ടറിങ് അറ്റ് ആവറേജ് ഇൻ്റർവെൽ. വാട്ടറിങ് അറ്റ് ആവറേജ് ഇൻ്റർവെൽ. ഓക്കെ, നമ്പർ ഓഫ് വാട്ടറിങ് എന്ന് പറഞ്ഞാൽ ക്രോപ്പ് പീരീഡ് ബൈ വാട്ടറിങ് അറ്റ് ആവറേജ് ഇൻ്റർവെൽ. ക്രോപ്പ് പീരീഡ് നമുക്കറിയാമല്ലോ എത്രയാണ്? 120 days ആണ് വരുന്നത്. വാട്ടറിങ് അറ്റ് ആവറേജ് ഇൻ്റർവെല്ലാണ് നമുക്ക് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? 10 ആണ്. സോ നമ്മൾ 10 കൊടുത്തു. നമുക്കപ്പോൾ ആൻസർ എത്രയെന്ന് കിട്ടും? 12 ആണെന്ന് കിട്ടും. ഇനി നമുക്കുള്ളത് ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടറിങ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടറിങ് കണ്ടുപിടിക്കണമെങ്കിൽ എൻ്റെ ഡെപ്ത് കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടറിങ് ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു അവിടുത്തെ ഡെപ്ത് 10. അപ്പം 120 സെൻറ്റിമീറ്റർ എന്നാണ് വരുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 120 സെൻറ്റിമീറ്റർ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് സ്ട്രെസ് ചെയ്ത് തന്നെ നോക്കുക. കാരണം റെയർ ആയിട്ടൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇത് വന്നാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The useful moisture of soil is equal to field capacity, saturation capacity, moisture content at permanent wilting point, moisture between field capacity and permanent wilting point within the root zone of plants. വേറെ ഡൗട്ടൊന്നുമില്ലല്ലോ, ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസർ വരുന്നത്. മോയ്സ്ചർ എന്തിൻ്റെയൊക്കെ ഇടയിലുള്ളത്? ഫീൽഡ് കപ്പാസിറ്റി ആൻഡ് പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിൻറ്റിൻ്റെയാണ്. അതാണ് ആ വിത്തിൻ റൂട്ട് സോണിൽ വരുന്നത്. ഓക്കെ, അത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പോർഷനാണ് ഈ ഫീൽഡ് കപ്പാസിറ്റിക്കും പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിൻറ്റിനും ഇടയിൽ വരുന്നത്. പിന്നെ അതിലും കുറച്ചുകൂടി ആക്യുറേറ്റഡ് ആയിട്ടാണെങ്കിൽ നമുക്ക് ടെമ്പററി വിൽറ്റിംഗ് പോയിൻറ്റ് പറയേണ്ടി വരും. The standard Siemens types rain gauge has a collecting area of diameter. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് റെയിൻ ഗേജസ് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് റെയിൻ ഗേജസ് എന്ന് നോക്കാം. നോർമലി നമ്മുടെ റെയിൻഫോൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെയിൻ ഗേജസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റെയിൻഫോൾ മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ പറയുന്ന റെയിൻഫോൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന റെയിൻ ഗേജസിന് വേറെയും പേരുണ്ട്. ഓംബ്രോമീറ്റർ, ഹൈറ്റോമീറ്റർ, പ്ലൂവിയോമീറ്റർ. ഇതിൽ ഡെപ്താണ്, നമ്മുടെ ആ മഴയുടെ ഡെപ്ത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത്. അതുപോലെ മില്ലിമീറ്ററിലാണ് നമ്മൾ കൂടുതൽ മെഷർ ചെയ്യുന്നത്, സെൻറ്റിമീറ്ററിലും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ നോർമലി ഒരു ആവറേജ് ടൈം നമ്മൾ ചോദിച്ചാൽ മോർണിംഗിൽ ഒരു 8:30 AM PSCയിൽ 8 AM എന്നൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഇനി എന്തൊക്കെ റെയിൻ ഗേജസ് ആണ് ഉള്ളതെന്ന് നോക്കാം. റെയിൻ ഗേജസ് മെയിൻലി ഡിവൈഡഡ് ഇൻറ്റു 2 types, നോൺ റെക്കോർഡിംഗ് ആൻഡ് റെക്കോർഡിംഗ്. അതിൽ നോൺ റെക്കോർഡിങ്ങിൽ നോർമലി നമ്മൾ മുന്നേ വരെ സൈമൺസ് റെയിൻ ഗേജ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് അതിൽ ടോട്ടലൈസർ എന്ന് പറയുന്ന ഒരു പുതിയൊരു റെയിൻ ഗേജസ് കൂടെ വന്നിട്ടുള്ളത്. സോ റെക്കോർഡിംഗ് റെയിൻ ഗേജസ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ സൈഫൺ ഉണ്ട്, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഫ്ലോ ടൈപ്പ് എന്ന് പറയാം. ടിപ്പിംഗ് ബക്കറ്റ് അല്ലെങ്കിൽ ടെലിമെട്രിക് റെയിൻ ഗേജസ് എന്ന് പറയാം. ദെൻ വെയിങ് ബക്കറ്റ്സ്. അങ്ങനെ 3 എണ്ണമാണ് റെക്കോർഡിങ്ങിൽ വരുന്നത്. അപ്പം നോൺ റെക്കോർഡിങ്ങിൽ സൈമൺസ് റെയിൻ ഗേജ്, ടോട്ടലൈസർ ആൻഡ് റെക്കോർഡിംഗ് റെയിൻ ഗേജ് എടുക്കുകയാണെങ്കിൽ നാച്ചുറൽ സൈഫൺ ഓർ ഫ്ലോ ടൈപ്പ്, ടിപ്പിംഗ് ബക്കറ്റ് ഓർ ടെലിമെട്രിക് റെയിൻ ഗേജ്, വെയിങ് ബക്കറ്റ്. ഇനി നോൺ റെക്കോർഡിംഗ് റെയിൻ ഗേജസിൽ നിന്ന് മിക്കവാറും ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സൈമൺസ് റെയിൻ ഗേജ് എന്ന് വെച്ചാൽ മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന നോൺ റെക്കോർഡിംഗ് റെയിൻ ഗേജ് ഏതാണ്, ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന റെയിൻ ഗേജ് ഏതാണെന്ന് സ്ഥിരമുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നതാണ് സൈമൺസ് റെയിൻ ഗേജ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നോർമലി PSCക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഹൈഡ്രോളജിന്ന്. അതുപോലെ തന്നെ ഈ സൈമൺസ് റെയിൻ ഗേജ് പറയുന്ന സമയത്ത് ഇതിൽ ഈ റെയിൻ വാട്ടർ കളക്ട് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. അതിൻ്റെ ഡയമീറ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 127 mm ആണ് വരുന്നത്. ഡയമീറ്റർ ഓഫ് കളക്ടിങ് ഏരിയ എന്ന് പറയുന്നത് 127 mm ആണ്. അതുപോലെ തന്നെ ഇതൊരു ബോട്ടിലാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ബോട്ടിലിൻ്റെ കപ്പാസിറ്റിയും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. 75 to 100 mm ആ ഒരു കപ്പാസിറ്റി വരുന്നത്. അതുപോലെ തന്നെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഡയമീറ്റർ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ചോദിച്ചിട്ടുള്ള അതിൻ്റെ ഹൈറ്റ് ആണ്. ഹൈറ്റ് എബോവ് ദ ഗ്രൗണ്ട് ലെവൽ ചോദിച്ചാൽ 305 mm ആണ് വരുന്നത്. 305 mm. അതുപോലെ തന്നെ ഇതിൻ്റെ ആക്യുറസി 0.1 mm ആണ്. ലീസ്റ്റ് കൗണ്ട് 0.2 mm.
ഈ സൈമൺസ് റെയിൻ ഗേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് യൂസ്ഡ് ഫോർ സ്നോഫോൾ മെഷർമെൻറ്റ് ബൈ റിമൂവിങ് ദ ഫണൽ. ആ ഫണലിൻ്റെ റിമൂവിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്നോഫോൾസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ടോട്ടലൈസർ എന്ന് പറഞ്ഞാൽ അധികം ഒന്നും നമ്മളങ്ങനെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു റെയിൻ ഗേജ് അല്ല. എന്ന് വെച്ചാൽ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കുറവാണ് വന്നിരിക്കുന്നത്, എങ്കിലും വന്നിട്ടുണ്ട്. Simon's rain gauge in shape and components. Dimensions are big compared to Simon's rain gauge. Used in hilly or inaccessible region. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. കാരണം നമ്മുടെ നോൺ റെക്കോർഡിംഗ് ഗേജിങ്ങിൽ തന്നെ ഇൻഅക്സസിബിൾ റീജിയൻ അല്ലെങ്കിൽ ഹില്ലി ഏരിയയിൽ യൂസ് ചെയ്യുന്ന റെയിൻ ഗേജ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്നതാണ് ടോട്ടലൈസർ. ഇവാപ്രേഷൻ ലോസസ് കാരണം ഇത് അത്ര ആക്യുറേറ്റ് അല്ല. ഇത് ഇപ്പം മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം മെഷർമെൻറ്റ് വൺസ് ഇൻ എ വീക്ക് ഓർ 2 വീക്കൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് നോൺ റെക്കോർഡിംഗ് ഗേജസിൽ പറയാനുള്ളത്. അടുത്ത് പറയുന്നത് റെക്കോർഡിംഗ് റെയിൻ ഗേജ് ആണ്. റെക്കോർഡിംഗ് റെയിൻ ഗേജ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ടിപ്പിംഗ് ബക്കറ്റ്, നാച്ചുറൽ സൈഫൺ, വെയിങ് ബക്കറ്റാണുള്ളത്. ടിപ്പിംഗ് ബക്കറ്റ് അല്ലെങ്കിൽ അതിന് വേറൊരു പേര് പറയുന്നുണ്ട് ടെലിമെട്രിക് റെയിൻ ഗേജ്. ഹില്ലി ആൻഡ് ഇൻഅക്സസിബിൾ റീജിയനിൽ യൂസ് ചെയ്യുന്ന റെക്കോർഡിംഗ് റെയിൻ ഗേജ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ടിപ്പിംഗ് ബക്കറ്റ് അല്ലെങ്കിൽ ടെലിമെട്രിക് റെയിൻ ഗേജ് ആണ്. ഇനി അതിന് നമ്മൾ പറയുമ്പോൾ തന്നെ ഒരു ബക്കറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബക്കറ്റിൻ്റെ കപ്പാസിറ്റി ഒന്ന് നോക്കുക. കപ്പാസിറ്റി ഓഫ് ബക്കറ്റ് എന്ന് പറയുന്നത് 0.25 mm ആണ്. കപ്പാസിറ്റി ഓഫ് ബക്കറ്റ് 0.25 mm. അതുപോലെ ഈ ടിപ്പിംഗ് ബക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ ആണ്. അതുപോലെ ഇതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്, അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടിപ്പിംഗ് ഇൻറ്റു 0.25 ആണ്. ദ നാച്ചുറൽ സൈഫൺ ഓർ ഫ്ലോ ടൈപ്പ്. നാച്ചുറൽ സൈഫൺ അല്ലെങ്കിൽ ഫ്ലോ ടൈപ്പ്. നമ്മൾ റെക്കോർഡിംഗ് ടൈപ്പിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഏതെന്ന് ചോദിച്ചാൽ അത് നാച്ചുറൽ സൈഫൺ ആണ്. അതും പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജ് ഇൻ ഇന്ത്യ. റിസൾട്ടിങ് ഫ്രം സെറ്റപ്പ് മാസ് കർവ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ടിപ്പിംഗ് ബക്കറ്റിൽ നമുക്ക് കിട്ടുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ ആണ് എങ്കിൽ നാച്ചുറൽ സൈഫണിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് മാസ് കർവ് ആണ്. നെക്സ്റ്റ് വെയിങ് ബക്കറ്റ് ടൈപ്പ് ആണ്. മെഷേഴ്സ് ഓൾ ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ. റൊട്ടേറ്റിംഗ് ഡ്രം റൊട്ടേറ്റ്സ് ഈവൻ ഇഫ് ദർ ഈസ് നോ റെയിൻസ്. റെക്കോർഡ് ഫ്രം റെയിൻ ഗേജ്. ഇതിലും നമുക്ക് കിട്ടുന്നത് മാസ് കർവ് തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് ഈ ഫിഗർ കൂടെ ഒന്ന് നോക്കാം. സൈമൺസ് റെയിൻ ഗേജിൻ്റെത് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നോൺ റെക്കോർഡിംഗ് ടൈപ്പ് സൈമൺസ് റെയിൻ ഗേജ്, നാച്ചുറൽ സൈഫൺ റെയിൻ ഗേജ്. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റാൻഡേർഡ് സൈമൺസ് ടൈപ്സ് റെയിൻ ഗേജ് ഹാസ് എ കളക്റ്റിംഗ് ഏരിയ ഓഫ് ഡയമീറ്റർ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളക്റ്റിംഗ് ഏരിയയുടെ ഡയമീറ്റർ നമ്മൾ പറഞ്ഞത് MM-ലാണ്. സോ അതിനെ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. 12.7 സെൻറ്റിമീറ്റർ. നമ്മൾ MM-ൽ പറഞ്ഞപ്പോൾ 127 mm എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. The area from which rainfall all flows into a drainage line, outfall or reservoir, etc. So options: rainfall, catchment, runoff, drains. ഒരു ഏരിയ ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ റെയിൻഫോള് ഒഴുകി വരുന്ന ആ ഒരു ഡ്രെയിനേജ് ലൈൻ ഉണ്ട്, അതൊരു റിസർവോയറിൻ്റെ ഒരു ഏരിയ ബേസ് ചെയ്ത് വരുന്ന പോർഷനൊക്കെയാണ് പറയുന്നത്. ചെറിയ റിഡ്ജ് ലൈനിന് അകത്തുള്ള കുറച്ച് പോർഷൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതിനകത്ത് തന്നെ ഡിസ്ട്രിബ്യൂട്ടറീസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് എന്താണ് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് കാച്ച്മെൻറ്റ്സ് ആണ്. എന്താണ്? കാച്ച്മെൻറ്റ്സ് ആണ്. ഇനി ഈ കാച്ച്മെൻറ്റിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാച്ച്മെൻറ്റിനെ നമ്മൾ ഡ്രെയിനേജ് ബേസിൻ അല്ലെങ്കിൽ കാച്ച്മെൻറ്റ് ബേസിൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു ഏരിയ ഓഫ് ലാൻഡ് ആണ് വേർ പ്രസിപ്പിറ്റേഷൻ കളക്ട്സ് ആൻഡ് ഡ്രെയിൻ ഓഫ് ടു എ കോമൺ ഔട്ട്ലെറ്റ്. ഒരു കോമൺ ഔട്ട്ലെറ്റിലോട്ടാണ് ഡ്രെയിൻ ഓഫ് ചെയ്യുന്നത്. സച്ച് എ റിവർ ആവാം, ലേക്ക് ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വാട്ടർ ബോഡീസ് ആവാം. ഇതിനൊരു ബൗണ്ടറി ലൈൻ ഉണ്ട്. ഓക്കെ, അത് ഒരു ഡ്രെയിനേജ് ബേസിൻ ബേസ് ചെയ്ത് അല്ലെങ്കിൽ റിഡ്ജ് ലൈൻ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ബൗണ്ടറി ലൈൻ നമ്മൾ പറയുന്നത്. ഒരു ഹയസ്റ്റ് എലിവേഷനിലായിരിക്കും ഇത്. ആ ഹയസ്റ്റ് എലിവേഷൻ ബേസ് ചെയ്തിട്ട് അതിൻ്റെ സറൗണ്ടിങ്സ് ബേസ് ചെയ്താണ് നമ്മൾ ഈ കാച്ച്മെൻറ്റ് ഏരിയ പറയുന്നത്. ഇനി അതുപോലെ ഡ്രെയിനേജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ സ്ട്രീംസ് ഓഫ് കാച്ച്മെൻറ്റ് ബൈ ഏരിയ ആണ്. ഇത് വേണമെങ്കിൽ ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ നല്ലത്. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് മെയിൻലി 2 ടൈപ്സ് ആണ്. ഫാൻ ഷേപ്പ് കാച്ച്മെൻറ്റും ഉണ്ട്, ഫേൺ ഷേപ്പ് കാച്ച്മെൻറ്റും ഉണ്ട്. ഫാൻ ഷേപ്പ് കാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ റൺ ഓഫ് ആയിരിക്കും അവിടെ വരുന്നത്. കാരണം ഇതിൽ ട്രിബ്യൂട്ടറീസ് എല്ലാം അടുത്തടുത്താണ് വരുന്നത്. അപ്പോൾ ഈ ഫ്ലോയുടെ ടൈമെല്ലാം ഏകദേശം സെയിം ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ട്രിബ്യൂട്ടറീസ് എല്ലാം ഒരേ സമയത്തായിരിക്കും ഇതിൽ എത്തിച്ചേരുന്നത്, റീച്ച് ചെയ്യുന്നേക്കാം. അപ്പോൾ അതാണ് ഫാൻ ഷേപ്ഡ് കാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്.
ഫേൺ ഷേപ്ഡ് കാച്ച്മെൻ്റ് എന്ന് പറയുന്നത് ഈ ട്രിബ്യൂട്ടറീസ് എല്ലാം ഡിഫറെൻ്റ് ലെങ്തിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ഓരോന്നും ഒഴുകി എത്താൻ ഓരോ ടൈമാണ് എടുക്കുന്നത്. ചിലത് ലെങ്ത് കൂടുതലായിരിക്കാം ട്രിബ്യൂട്ടറീസ്, ചിലത് ലെങ്ത് കുറവായിരിക്കും. അപ്പോൾ ഓരോന്നിനും ഓരോ സമയമായിരിക്കും എടുക്കുന്നത്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഫേൺ ഷേപ്ഡ് കാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രിബ്യൂട്ടറീസ് ആർ ഓഫ് ജനറലി ഡിഫറെൻ്റ് ലെങ്ത് ആൻഡ് മീറ്റ് ദ മെയിൻ സ്ട്രീം അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. ദ ടൈം ഓഫ് concentration is more since the discharge is distributed over a long period. ഇനി ഒരു 4 പോയിന്റ് കൂടി ഇതിലൊന്ന് അറിഞ്ഞിരിക്കുക. അക്വിഫർ എന്താണ്, അക്വിക്ലൂഡ് എന്താണ്, അക്വിറ്റാഡ്, അക്വിഫ്യൂജ്. അക്വിഫർ എന്ന് പറഞ്ഞാൽ ഇതൊരു വാട്ടർ ബിയറിംഗ് ജിയോളജിക്കൽ ഫോർമേഷൻ ആണ്. ഇതിൽ പോറസും ഉണ്ട്, പെർമിയബിൾ ആണ്. എന്താണ്? പോറസും ഉണ്ട്, അതുപോലെ തന്നെ പെർമിയബിളുമാണ്. പോറസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഹോൾസ് ഉണ്ടല്ലോ നമ്മുടെ സോൾട്ട് പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ, പോറസ് ഉണ്ടെന്നാണ് പറയുന്നത്. വെച്ചാൽ വോയിഡ്സ് ഉണ്ട്. വോയിഡ്സ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി അതിന് കാണില്ലേ? സോ അപ്പോൾ വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പെർമിയബിൾ ആണ്, അതുകൊണ്ട് തന്നെ അതിൽ സഫിഷ്യൻ്റ് ആയിട്ട് ഒരു ഈൽഡ് കൊടുക്കുന്നുമുണ്ട്. സോ അതാണ് അക്വിഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെള്ളം സ്റ്റോർ ചെയ്യാനും ക്യാപ്പബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ പെർമിയബിൾ ആണ്, ഈൽഡ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. എക്സാമ്പിൾ നമ്മുടെ വെല്ല് തന്നെ എടുക്കാം, അതൊരു അക്വിഫർ ആണ്. അക്വിക്ലൂഡ് നോക്കാം. അക്വിക്ലൂഡ് എന്ന് പറഞ്ഞാൽ സെയിം, ആദ്യം പറഞ്ഞ സെയിം തന്നെ, വാട്ടർ ബിയറിംഗ് ജിയോളജിക്കൽ ഫോർമേഷനൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ജിയോളജിക്കൽ ഫോർമേഷനാണ്. വിച്ച് മേ സ്റ്റോർ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ അവിടെ സ്റ്റോറിങ് ഉണ്ട്. ശ്രദ്ധിക്കുക, സ്റ്റോറിങ് ഉണ്ട്, പക്ഷേ ഈൽഡ് ചെയ്യത്തില്ല. സ്റ്റോറിങ് ഉണ്ട്, ഈൽഡ് ചെയ്യത്തില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അക്വിക്ലൂഡ് എന്ന് പറയാം. ക്ലേ, ഷെയിലൊക്കെയാണ് എക്സാമ്പിളായിട്ട് വരുന്നത്. അടുത്ത അക്വിറ്റാഡ് ആണ്, ജിയോളജിക്കൽ ഫോർമേഷൻ ആണ്, അതുപോലെ വാട്ടർ ഉണ്ട്, ഇതിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മൾ ക്ലേ മാത്രം എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു അതിൽ എന്ത് ചെയ്യില്ല, ഈൽഡ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതിൽ തന്നെ ഒരു ലെയറൊക്കെ എംബഡ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊരു ഈൽഡിങ് കാര്യങ്ങളും നമുക്ക് കിട്ടും. അതിനെയാണ് അക്വിറ്റാഡ് എന്ന് പറയുന്നത്. ഇനി അക്വിഫ്യൂജ്. അക്വിഫ്യൂജ് എന്ന് പറയുന്നത് ഇതും ഒരു ജിയോളജിക്കൽ ഫോർമേഷൻ തന്നെ, പക്ഷേ അവിടെ സ്റ്റോറിങ്ങും ഇല്ല, അതുപോലെ തന്നെ ഈൽഡിങ്ങും ഇല്ല. എന്ന് പറഞ്ഞാൽ പോറസും ഇല്ല, പെർമിയബിളും അല്ല. അങ്ങനെയുള്ള ഒരു ഫോർമേഷനാണ് അക്വിഫ്യൂജ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, അക്വിഫർ, അക്വിക്ലൂഡ്, അക്വിറ്റാഡ്, അക്വിഫ്യൂജ്. അക്വിഫ്യൂജ് എന്ന് വെച്ചാൽ ഒരു ഫെയിലുവർ കൺസെപ്റ്റ് ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതിയാവും. പിന്നെ അക്വിറ്റാഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലേയിൽ തന്നെ, അതൊന്ന് എക്സാമ്പിളായിട്ട് വിചാരിച്ചാൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും, മറന്നു പോകത്തില്ല. ക്ലേ ഇല്ലേ, ക്ലേ മാത്രം എടുക്കുകയാണ്. ക്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ അക്വിക്ലൂഡിലാണ് പറഞ്ഞത്. കാരണം അവിടെ വെള്ളം അകത്ത് കാണും, പോറസ് ഉണ്ട്, പോറസിനകത്ത് വെള്ളം കാണും, പക്ഷെ ആ വെള്ളം ഒരിക്കലും ഈൽഡ് ചെയ്യത്തില്ല. എക്സാമ്പിൾ നമ്മൾ ക്ലേയാണ് പറഞ്ഞത്. പക്ഷേ ഈ ക്ലേയിൽ തന്നെ ഒരു ലെയറൊക്കെ എംബഡ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് വേണമെങ്കിൽ കുറച്ച് ഈൽഡൊക്കെ നമുക്ക് കിട്ടും. അതാണ് അക്വിറ്റാഡ് പറയുന്നത്. അപ്പോൾ ഇതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. റെയിൻഫോൾ ഈസ് ഓൾസോ നോൺ ആസ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. റെയിൻഫോൾസിന് നമ്മൾ പറയുന്ന പേര് precipitation. Rainfall is also known as precipitation. 9th question. In India, the recording type rain gauges generally used is, നമുക്കറിയാവുന്നതാണ്. റെക്കോർഡിംഗ് ടൈപ്പിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഫ്ലോട്ട് റെക്കോർഡിംഗ് ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നാച്ചുറൽ സൈഫാണ്. 10th question. Rainfall is generally recorded at dash in India. നോർമലി നമ്മൾ പറഞ്ഞു 8:30 ആണ് നമ്മൾ പറഞ്ഞ സമയം, പക്ഷേ അത് നമ്മുടെ ഓപ്ഷനിലില്ല. അപ്പോൾ നിയറസ്റ്റ് ആയിട്ട് വരുന്ന വാല്യൂ സെലക്ട് ചെയ്യാം, 8 AM. ശ്രദ്ധിക്കുക, AM PM ഒക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ എഴുതേണ്ടത്.